മലപ്പുറം പൊന്മുണ്ടത്ത് മുസ്ലിം ലീഗിനെതിരെ കൈകോർക്കാൻ കോൺഗ്രസ് CPM നീക്കം. കാലങ്ങളായി ലീഗും കോൺഗ്രസും പരസ്പരം മത്സരിക്കുന്ന പൊന്മുണ്ടത്ത് ലീഗിനെ തോൽപ്പിച്ച് ഭരണം പിടിക്കാൻ ജനകീയ മുന്നണിയായി സഹകരിക്കാനാണ് ആലോചന. എന്നാൽ UDF ജില്ലാ നേതൃത്വം ഇത് അംഗീകരിച്ചിട്ടില്ല. കോൺഗ്രസും മുസ്ലിം ലീഗും കാലങ്ങളായി പരസ്പരം മത്സരിക്കുന്ന പഞ്ചായത്താണ് മലപ്പുറം പൊന്മുണ്ടത്തേത്. നിലവിൽ ലീഗാണ് അവിടെ ഭരിക്കുന്നത്. 12 സീറ്റാണ് അവർക്കുള്ളത്. കോൺഗ്രസിന് 4 സീറ്റും. എന്നാൽ മാറിയ സാഹചര്യത്തിൽ കോൺഗ്രസ് ഇടതുപക്ഷവുമായി ചേർന്ന് അവിടെ ജനകീയ മുന്നണി ഉണ്ടാക്കാനുള്ള നീക്കം നടത്തുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇത് സംബന്ധിച്ച ചർച്ചകൾ നടക്കുകയാണ്. ലീഗിന് എതിരെ ഭരണം പിടിക്കാൻ ഇത്തരത്തിൽ ഒരു സഖ്യം ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നതായി പാർട്ടിയിലെ നേതാക്കൾ തന്നെ രഹസ്യമായി സമ്മതിക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെയോ ഇടതുപക്ഷത്തിൻ്റെയോ പാർട്ടി ഔദ്യോഗിക ചിഹ്നങ്ങൾ വെച്ചായിരിക്കില്ല ഒരുപക്ഷെ മത്സരിക്കുന്നത്. പകരം സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ എന്ന ലേബലിലായിരിക്കും. എന്നാൽ ഇടതുപക്ഷം പറയുന്നത് വെൽഫെയർ, SDPI, BJP എന്നിവരൊഴികെ ആരുമായും പ്രാദേശികമായി CPM ഇവിടെ കൂട്ടുകൂടുമെന്നുള്ളതാണ്. കോൺഗ്രസ് ആകട്ടെ ഇക്കാര്യത്തിൽ പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ നീക്കുപോക്കുകൾ നടക്കുന്നുവെന്ന് അവരും സമ്മതിക്കുന്നുണ്ട്. ലീഗാകട്ടെ ഇതിനെതിരെ ശക്തമായ നിലപാട് കോൺഗ്രസ് നേതൃത്വം എടുക്കണം എന്നൊരാവശ്യമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. UDF ജില്ലാ നേതൃത്വത്തിന് മുമ്പിൽ അവർ ഇക്കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തെക്കുറിച്ച് AP അനിൽകുമാർ അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ ഒരു ചർച്ചയും ഇത്തരൊരു നീക്കവും ഔദ്യോഗികമായിട്ട് പൊന്മുണ്ടത്ത് നടക്കുന്നില്ല എന്നാണ്. തീർത്തും തെറ്റായിട്ടുള്ള കാര്യം. പൊന്മുണ്ടത്ത് UDFനകത്ത് മുൻകാലങ്ങളിലും ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ ജില്ലയിൽ മുൻകാലത്തും അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഒരു പഞ്ചായത്ത് തുടർച്ചയായിട്ടുണ്ടാകുന്ന പൊന്മുണ്ടം പഞ്ചായത്താണ്. ബാക്കി പഞ്ചായത്തൊക്കെ UDF ആകുമ്പോൾ അവിടെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് പോയിട്ടില്ല, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല, ചർച്ചകളെ നടക്കുന്നുള്ളൂ. ഞങ്ങളുടെ ജില്ലാ തലത്തിലേക്കുള്ള ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് പൊന്മുണ്ടം ഇതുവരെ വന്നിട്ടില്ല. പിന്നെ അതിനു മുമ്പ് തന്നെ CPM ആയിട്ട് ധാരണ ഉണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും CPM ആയിട്ട് കോൺഗ്രസ് ധാരണ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടാവില്ല. പൊന്മുണ്ടത്തെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ ലീഗിന് വലിയ ഭൂരിപക്ഷമുള്ള ഒരു പഞ്ചായത്താണ്. മുൻപ് ഇതുപോലെ തന്നെ ഇടതുപക്ഷവുമായി കൈകോർത്തപ്പോൾ 2000 മാത്രമാണ് കോൺഗ്രസിന് അവിടെ ഭരണത്തിൽ എത്താൻ കഴിഞ്ഞത്. 2015 സമാനമായ രീതിയിൽ ജനകീയ മുന്നണി ഉണ്ടാക്കിയെങ്കിലും ലീഗ് ഭരണം പിടിക്കുകയായിരുന്നു. ഇപ്പോഴും ഈ ഒരു കോൺഗ്രസ് CPM സഖ്യം എന്നത് ഇവിടെ വന്നിട്ടില്ല. പക്ഷേ അതിൻ്റെ ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് ഇല്ലാതെയാക്കാനുള്ള സമവായ ശ്രമങ്ങളും ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പിക്കാം, അങ്ങനെ ഒരു ജനകീയ മുന്നണി ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെയും അതിൽ ഇടതുപക്ഷത്തിൻ്റെയോ കോൺഗ്രസിൻ്റെയോ ഔദ്യോഗിക പാർട്ടി ചിഹ്നങ്ങൾ ഉപയോഗിച്ചായിരിക്കില്ല സ്ഥാനാർത്ഥികൾ മത്സരിക്കുക. പകരം മുൻപുണ്ടായിരുന്നതുപോലെ സാമ്പാർ മുന്നണി എന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്നത് പോലെ ഒരു ജനകീയ മുന്നണിയായിരിക്കും ലീഗിനെതിരെ പൊന്മുണ്ടത്ത് മത്സരത്തിനിറങ്ങുക. ഇതിൽ ആരെല്ലാം ഉണ്ടാകുമെന്നതും ഇത്തരത്തിലൊരു സഖ്യം യാഥാർത്ഥ്യമാകുമോ എന്നുള്ളതും ഏറെ വൈകാതെ കണ്ടു തന്നെ അറിയാം. മലപ്പുറത്ത് നിന്നും CV അനുമോദ്, News 18.